വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്ത ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടാകും. ആ ഭാഗത്ത് ചില സമയം നമ്മുടെ ഏതെങ്കിലും ഭയമായിരിക്കും ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഏതെങ്കിലും ഒരു വലിയ കഴിവായിരിക്കാം ആ ഭാഗത്തുള്ളത്. അപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ എന്നേക്കുമായിട്ട് അടച്ചു വെച്ച ആ ഒരു ഭാഗത്തെക്കുറിച്ച് എന്ത് കാര്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത്. നിങ്ങൾ കാണാതെ പോയ ആ ഭാഗം ഏതാണ്, ആ ഭാഗത്ത് എന്താ ഉള്ളത്, ഇനി ആ ഭാഗം നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്ന ചേഞ്ച് എന്താണെന്നുള്ളതാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. Mind, past lives, success, compromise, turning in, creator, understanding, totality, adventure. ബോട്ടം ഓഫ് ദി ഡെക്ക് എക്സ്പീരിയൻസിംഗ് ആണ് വന്നിട്ടുള്ളത്. റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം അറിയിക്കാനുണ്ട്. നമ്മുടെ ഈ ചാനലിൽ മുന്നേ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 41 ഡേയ്സ് ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം. അതിൻ്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 17 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ഡീറ്റെയിൽസ് അറിയാം. പിന്നെ ആർക്കെങ്കിലും ടാരോ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇതിൽ ഇന്നസെൻസ്, ടേണിങ് ഇൻ, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്, ഈ 3 കാർഡ്സ് ഒരുമിച്ച് ഞാൻ റീഡ് ചെയ്യുക. ഇത് 3ഉം കണക്റ്റഡ് ആയിട്ടുള്ള കാർഡ്സാണ്. അപ്പോൾ ഈ ഒരു കാർഡ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ റീഡ് ചെയ്യുന്നത് നിങ്ങൾ പോലും കാണാത്ത നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മറച്ചു വെക്കപ്പെട്ട ഭാഗം, നിങ്ങൾ പോലും ഭയന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ തിരിച്ചറിയപ്പെടാതെ മാറ്റി വച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതെന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അത് ഈ 3 കാർഡുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഇന്നസെൻസ്, അണ്ടർസ്റ്റാൻഡിങ്, ടേണിങ് ഇൻ, ഈ 3 കാർഡുമായിട്ടാണ് അതിനുള്ള ആൻസർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തൊരു വ്യക്തിയായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെച്ചൊരു വ്യക്തിയായിരിക്കും. 100% നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചൊരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അതുമാത്രമല്ല, മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ചില ആൾക്കാർ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ 100% എനർജിയും മറ്റുള്ളവരിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കാതെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് ജീവിക്കുന്നത്. നിങ്ങളുടെ 100% ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കപ്പെട്ട പോലത്തെ ഒരു ജീവിതമായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ അത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. ഈ പാർട്ട് എന്നേക്കുമായിട്ട് അവിടെ അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടഞ്ഞു പോയ ആ ഒരു ഭാഗം ഓപ്പൺ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാർഗറ്റിന്. ആ ഒരു ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ നല്ല കാര്യങ്ങൾ വരൂ. അല്ലാതെ നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റുള്ളവരിലേക്കാണ് നിങ്ങളുടെ എനർജി ഫുൾ പോകുന്നത്. അവർക്കാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. മറ്റുള്ളവർക്ക് ഒന്നും ചെയ്തു കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഒരു സാഡിസ്റ്റായിട്ട് ജീവിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കണ്ടില്ല എന്നടിച്ച് നിങ്ങളുടെ ആ ഒരു ഇന്നസെൻ്റ് പാർട്ട് അവിടെ മാറ്റി വെക്കപ്പെടുന്നുണ്ടോ, അത്രത്തോളം നിങ്ങളുടെ ഉള്ളിലെ ചൈൽഡ് അവിടെ വേദനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഉള്ളിലെ ഇന്നസെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡാണ്. ആ ഒരു ചൈൽഡ് ഇങ്ങനെ കരയുന്നുണ്ടാവും. അതായത് അതവിടെ കൊട്ടി അടക്കപ്പെട്ടിട്ടാണുള്ളത്. അതിന് പുറത്തോട്ടേക്ക് വരാൻ പറ്റുന്നില്ല, അതിൻ്റെ ഫീലിങ്സ് അതിന് കാണിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം നിങ്ങളുടെ ആ കുട്ടി അവിടെ വേദനിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി അവിടെ വേദനിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോരാളുടെ ഉള്ളിലും ഒരു കുഞ്ഞുണ്ട്.
ആ കുഞ്ഞവിടെ വേദനിക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. നമുക്കൊരു നല്ല കാര്യം വരില്ല. നമ്മളവിടെ മൂടി വെച്ചിട്ടാണ് ഉള്ളത്. നമ്മുടെ റിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ഒരു വേർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇന്നസെൻസ് ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ ആ നിഷ്കളങ്കത്വം, ആ ഇന്നർ ചൈൽഡ്, അത് നമ്മൾ ഒരിക്കലും അടച്ചു വെക്കാൻ പാടില്ല. നിങ്ങൾ അടച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗം അടച്ചു വെച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ ഒരുപാട് മനസ്സിൻ്റെ ഇതിൽ പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നസെൻസിന് ശേഷം മൈൻഡ് വന്നിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാസ്റ്റ് ലൈഫാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഈ ഒരു ബർത്തിൽ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാലം, ആ കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് ഇൻസിഡൻസ് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് മനുഷ്യരെ അതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് മനുഷ്യർ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ആ ഒരു ഇന്നസെൻസ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെച്ച് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാകും. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര മെച്ചുവേർഡായിട്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞവിടെ കരയുന്നുണ്ട്. നിങ്ങൾ ആ കരയുന്നതോ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമോ ആരുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, പറയുന്നുണ്ടാവില്ല. നിങ്ങൾ പുറത്ത് കാണുന്നവർക്ക് ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള ഒരു ആളായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഈ മെച്യൂരിറ്റി എടുത്ത് മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ റിയൽ വേർഷൻ എന്താണോ അത് കാണിക്കുക എന്നുള്ളത്. ഈ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് മാസ്ക് ആണ് എന്ന് കരുതി മെച്യൂർഡ് അല്ലാതിരിക്കുക അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മെച്യൂർഡ് ആവേണ്ട സ്ഥലത്ത് ആവണം, പക്ഷെ ആക്ട് ചെയ്യാൻ പാടില്ല. ആക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചൈൽഡ് അവിടെ വേദനിക്കുകയാണ് ചെയ്യുന്നത്. ആ ചൈൽഡ് അവിടെ വേദനിച്ചാൽ നമ്മുടെ ലൈഫിൽ അത് ഇഫക്റ്റ് ചെയ്യും. ഈ ലോകത്ത് ജീവിക്കാനും നിങ്ങളുടെ കൺമുന്നിലെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും വേണ്ടി നിങ്ങളെടുത്ത് അണിഞ്ഞ ഒരു മാസ്ക് ആയിരിക്കും ഈ മെച്യൂർഡ് ആയിട്ടുള്ള ഈ ഒരു ഫേസ്. ആ ഫേസ് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എല്ലാറ്റിനെയും അത്ഭുതത്തോടെ കാണുന്ന ഒരു കുട്ടിയുണ്ട്. ഏത് കൊച്ചു കാര്യത്തെ പോലും അത്ഭുതത്തോടെയും, ഒരു കുഞ്ഞിനൊരു കളിപ്പാട്ടം കിട്ടിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ എല്ലാ ചെറിയ കാര്യത്തെയും അത്ഭുതത്തോടെ കണ്ട് അത് എൻജോയ് ചെയ്യാനുള്ളൊരു കുട്ടിത്തം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ആ കുഞ്ഞാണ് അവിടെ അടിച്ചമർത്തപ്പെട്ടു പോകുന്നത്. ആ ഒരു നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലൊക്കെ മനസ്സിലാവും ഇന്ന ചൈൽഡിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. ആ ഇന്ന ചൈൽഡ് ഹാപ്പി ആക്കി വെക്കേണ്ട. നമ്മുടെ ഓരോ പ്രശ്നവും ഈ ഇന്ന ചൈൽഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുട്ടിയടക്കപ്പെട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഇന്നർ ചൈൽഡ് എന്നുള്ളൊരു ഭാഗമാണ്. അതാണ് നിങ്ങളിനി തുറക്കേണ്ടത്. അത് തുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ, സൈലൻസ്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് തുറക്കാൻ പറ്റും. അതവിടെ ടെമ്പററി ആയിട്ട് അതവിടെ ക്ലോസ് ആയിട്ടാണുള്ളത്. അതിനെ ഓപ്പൺ ആക്കി എടുക്കണം. ടെമ്പററി ആണ്, അത് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ആവില്ല. അത് ടെമ്പററി ആയിട്ട് ക്ലോസ് ആയതുകൊണ്ട് തന്നെ അതിനെ ഓപ്പൺ ആക്കി എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതിന് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളൊരു വഴി എന്ന് വെച്ചാൽ മെഡിറ്റേഷനും അതുപോലെ സൈലൻസ്. നിങ്ങൾ എത്രത്തോളം സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നോ ആ സൈലൻസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ പറ്റുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ സക്സസ് ആണ്. കാരണം സക്സസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ കോംപ്രമൈസ്, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടടുത്ത് മാത്രമേ ചെയ്യൂ, അല്ലാത്തടത്ത് നിങ്ങൾ ചെയ്യില്ല. നിങ്ങളിപ്പോൾ എല്ലായിടത്തും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും. എവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം, എവിടെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വരും. കാരണം ഇന്നർ ചൈൽഡ് ഓപ്പൺ ആയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ബൈ പ്രോഡക്റ്റ് പോലെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ വരും. ഇവിടെ പാസ്റ്റിലെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പാസ്റ്റിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിട്ടുവീഴ്ചകളും സ്വന്തം സന്തോഷം മാറ്റി വെച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ടോട്ടാലിറ്റി എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത്. ടോട്ടാലിറ്റി എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി ജീവിക്കണം, അതുപോലെ എല്ലാം പെർഫെക്റ്റ് ആക്കണം എന്നുള്ളതാണ്. മേ ബി നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് എല്ലാറ്റിനും നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് പെർഫെക്റ്റ് ആകണം എന്നുള്ളൊരു കടുംപിടുത്തം നിങ്ങൾക്കുണ്ടാവും. അപ്പം എല്ലാം പെർഫെക്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് ചെയ്ത് വന്ന് അതൊരു എക്സ്പീരിയൻസിലൂടെ വരുന്നതാണ്. പെട്ടെന്നെല്ലാം പെർഫെക്റ്റ് ആവില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ തന്നെ എല്ലാം പെർഫെക്റ്റ് ആവില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് അത് പെർഫെക്റ്റ് ആവുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൽ 100% പെർഫെക്റ്റ് ആകണം എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവും. അതുമാത്രമല്ല മറ്റുള്ളവർക്ക് ഫുൾ ടോട്ടാലിറ്റി, എല്ലാവർക്കും വേണ്ടി ജീവിക്കണം, എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ എൻ്റെ 100% മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ഇതാണ് നിങ്ങൾക്ക്. ആ ഒരു ടെൻഡൻസിയാണ് ഒരുപാട് ഇവിടെ കാണാൻ പറ്റുന്നത്. അമിതമായിട്ടുണ്ടാകുന്ന വിട്ടുവീഴ്ച മനോഭാവം, അതുപോലെ പാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ അവിടെ ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റുക എന്നുള്ളതാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളായിട്ട് നിങ്ങളുടെ ഇന്നസെൻസ് എന്താണോ ആ ഇന്നസെൻസ് കാണിക്കുക എന്നുള്ളതാണ്. ആ ഒരു കുട്ടിയെ, നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ മാറ്റി വെക്കാതെ ആ കുട്ടീൻ്റെ താല്പര്യങ്ങളും
ആ കുട്ടിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വേർഷൻ അത് പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു സക്സസ് ആണെന്നുള്ളത്. രണ്ടാമതെന്ന് വെച്ചാൽ ഇവിടെ അഡ്വഞ്ചറാണ് കാണിക്കുന്നത്. അതായത് എല്ലാ കാര്യവും നിങ്ങൾക്ക് പുതുതായിട്ട് അനുഭവിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും പുതുതായിട്ട് അനുഭവിക്കാൻ പറ്റും എന്ന് പറയുന്നത് എല്ലാറ്റിലും നിങ്ങൾക്കൊരു പുതുമ കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ, കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു പുതുമയായിരിക്കും, അവർക്ക് ഭയങ്കര ആശ്ചര്യമായിരിക്കും, അവർക്ക് എന്ത് കിട്ടിയാലും ഒരു ഹാപ്പിനെസ്സും ഉണ്ടാകും. അതുപോലെയായിരിക്കും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പുതുമ കാണാൻ പറ്റും. നിങ്ങൾ ഇത്ര കാലം സെയിം പാറ്റേണിലൂടെ മടുപ്പിക്കുന്ന ജീവിതത്തിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ജോലിക്ക് പോകുന്നു, വരുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് സെയിം ഒരേ പാറ്റേണിലായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. നിങ്ങളെ മടുപ്പിക്കുന്നുണ്ടാവും. ആ ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഇന്നർ ചൈൽഡ് നിങ്ങൾ ഹാപ്പി ആക്കിയിട്ട് വെക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളിൽ ഒന്നെന്ന് വെച്ചാൽ ഈ ഒരു ഭയങ്കര ഒരു പുതുമ കാണാൻ പറ്റും. ഈവൻ ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലൊരു പുതുമയും അതിലൊരു ഹാപ്പിനെസ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബോറിംഗ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് അവിടെ എൻഡ് ആകും. എത്ര സെയിം പാറ്റേണിലൂടെ വന്നു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കാര്യം കാണാനും പറ്റും, അത് എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ ലൈഫിൻ്റെ സക്സസ് ആണ്. ഇവിടെ സക്സസ് കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് എക്സ്പീരിയൻസിങ് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നിനെയും നിയന്ത്രിക്കാനും നോക്കരുത്. അതായത് ലൈഫിൽ പല കാര്യങ്ങളും വരുന്നുണ്ടാവും. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഭാഗം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ അതിൻ്റെ മേലെ പിന്നെയും നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് താൻ ബാധി ദൈവം ബാധി എന്നല്ലേ. നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യണം. പിന്നെയും അതിനെ അമിതമായിട്ട് നിയന്ത്രിക്കാൻ പോകരുത്. ആരെയും അമിതമായിട്ട് നിയന്ത്രിക്കാൻ പോകരുത്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ലൈഫ്, ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കാൻ നോക്കുക. ഇത് ലൈവായിട്ട് ജീവിക്കാൻ നോക്കുക. പാസ്റ്റിൽ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ആ കഴിഞ്ഞ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ആൻസൈറ്റി മാത്രമാണ്. അവിടെയും പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് വറി ചെയ്യാതിരിക്കുക. അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആൻസൈറ്റി ഉണ്ടാക്കാതിരിക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നത് വെച്ചാൽ പ്രകൃതി, അതുപോലെ കല. നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഉണർത്തേണ്ട ഒരു സമയമാണ്. പ്രകൃതിയെ എൻജോയ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ പൂർണ്ണതയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഒരുപാട് ആലോചിച്ച് തല പുകയുന്ന സമയത്ത് ആ എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രകൃതിയെ എൻജോയ് ചെയ്യുന്ന ഭാഗത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രകൃതിയെ എക്സ്പീരിയൻസ് ചെയ്യണം. പ്രകൃതിയെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭാഗത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഓപ്പൺ ആകും. അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിലൊരു പ്രത്യേകതരം ബ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ആ ബ്യൂട്ടി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതിയെ ആസ്വദിക്കുക തന്നെ വേണം, പ്രകൃതിയിൽ ഇറങ്ങണം. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ടിപ്സ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുക, സൈലൻസിൽ കുറച്ച് ടൈമെങ്കിലും ഇരിക്കാൻ നോക്കുക. അതുപോലെ പ്രകൃതിയെ എൻജോയ് ചെയ്യുക, പ്രകൃതിയെ എക്സ്പീരിയൻസ് ചെയ്യുക, ക്രിയേറ്റിവിറ്റി കൂട്ടുക. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കലയെ ആസ്വദിക്കുക. അതുപോലെ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക.